ഇത് ഷോളയൂർ, അട്ടപ്പാടി ഷോളയൂർ. നല്ലൊരു പുഴയുണ്ട്. ഇത് ശിരുവാണി പുഴയാണ്. ശിരുവാണി ഡാമിൽ നിന്ന് തന്നെ പുഴയാണ്, ചെറിയ പുഴ, പാലമൊക്കെ ആയിട്ട്. ഫുള്ളായിട്ട് മരങ്ങൾ ഈട്ടിയാന്ന് തോന്നുന്നു. ഈട്ടിത്തടിയാണ് ഇവിടെ കൂടുതലായിട്ട്. ഇവിടെ പ്രൈവറ്റ് എസ്റ്റേറ്റുകളിലും ഈട്ടിയാണ്. ആളുകൾ വളരെ കുറവാണ്. കുറച്ച് ആദിവാസി സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പട്ടയം കൊടുക്കൽ വളരെ കുറവാണെന്ന് തോന്നുന്നു. അത് കാരണം ഫോറസ്റ്റിൻ്റെ ഇടയിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ സെറ്റിൽമെൻറ്റ് കാണാൻ കുറവാണ്. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഷോളയാർ ജംഗ്ഷനായി. ഒരു കാറ് വരണണ്ട, ഇത്ര രസമായിട്ടൊന്ന് നോക്കി ഒതുങ്ങിന്ന് കൊടുക്കാം എന്തായാലും. പക്ഷെ ആളുകൾക്കൊന്നും വലിയ മൈൻഡൊന്നുമില്ല. ആളുകളൊക്കെ ഒരു പ്രത്യേക തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന രീതിയാണ്. നമ്മളൊരു ഹായ് ബായ് ഒക്കെ പ്രതീക്ഷിച്ചാലും അതൊന്നും ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും പ്രകൃതി എപ്പോഴും നമ്മളോട് ഹായ് ബായ് പറയും. നമ്മൾ വരുന്നതും ഇഷ്ടമാണ്, പോകുന്നത് സങ്കടമാണ്. അതാണ് പ്രകൃതി, അതാണ് ഭൂമി. എന്തായാലും തിരിക്കാം. ഇത് ശിരുവാണി ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. ഇത് വന്നിട്ട് അഗളിയിലേക്ക് വരും. അഗളിയിൽ വന്ന് ഒരു ചെറിയ പുഴ പോലെ അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിൽ വന്ന് ചേരും. അത് പിന്നെ അങ്ങോട്ട് വീണ്ടും ഒഴുകും. ഇന്നലെ അവിടേക്ക് ഉണ്ടായിരുന്നു, ആ പരിസരത്തേക്ക് ഉണ്ടായിരുന്നു. എത്ര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസാണെന്നറിയോ ശരിക്കും. ഞാൻ പറഞ്ഞ മാതിരി ആളുകളുടെ ശല്യങ്ങളൊക്കെ വളരെ കുറവാണ്, ടൂറിസ്റ്റുകൾ കുറവാണ്. എങ്കിൽ കൂടിയിട്ട് കുറച്ച് അത്യാവശ്യമൊക്കെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം ആയിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം ഇവിടെ മറ്റുള്ള ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്കായിട്ട് പ്രത്യേകിച്ച് നല്ല റിസോർട്ടുകളോ നല്ല കൺസെപ്റ്റുകളൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ആളുകൾ വന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ കേരളം തന്നെ മൊത്തം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ആളുകൾ കുറവായിരിക്കാം. എന്തായാലും നല്ല ക്ലൈമറ്റാണ്. ഒരു 18 ഡിഗ്രി തണുപ്പ്. ഇവിടെ നിന്ന് എത്ര ചൂടായാലും ഒരു 28 ഡിഗ്രി കൂടുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഓക്കെ, നമുക്കിനി ഷോളയാർ ഡാമിലേക്ക് പോകാം. ഷോളയാർ ജംഗ്ഷനിലേക്ക് പോകാം.